കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേൾക്കുന്നതാണ് PMC എന്ന വാക്ക്. സംസ്ഥാനത്തെ ഭരണമുന്നണിയിൽ ഈ പേരിനെ ചൊല്ലി ഉണ്ടാകുന്ന തർക്കങ്ങൾ ചെറുതല്ല. എന്താണ് PM-ശ്രീ? പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഈ PM-ശ്രീ. നിലവിലുള്ള സ്കൂളുകളെ ഗുണപരമായി ശക്തിപ്പെടുത്തുക, 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ മാതൃകകളായി അവയെ പ്രദർശിപ്പിക്കുക, ഇതാണ് PM-ശ്രീ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. രാജ്യത്തെ 14,500 സ്കൂളുകളെ PM-ശ്രീയായി ഉയർത്തുക എന്നതാണ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ നിന്നും പരമാവധി 2 സ്കൂളുകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാനങ്ങളുടെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളെയാകും ഈ പദ്ധതിയിൽ ചേർക്കുന്നത്. സ്ഥിരമായുള്ള പെർമനന്റ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും നവോദയ സ്കൂളുകൾക്കും PM-ശ്രീ പദ്ധതിയുടെ ഭാഗമാകാം. രാജ്യത്ത് ആകെ 670 ജില്ലകളിലായി 13,070 PM-ശ്രീ സ്കൂളുകളാണ് ഉള്ളത്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ. 1888 PM-ശ്രീ സ്കൂളുകളാണ് ഇവിടെയുള്ളത്. 10 മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്കൂളുകൾക്കാണ് പദ്ധതിയിൽ ചേരാൻ കഴിയുന്നത്. സ്വന്തമായി കെട്ടിടം വേണം, തടസ്സങ്ങളില്ലാത്ത വഴി ഉണ്ടാകണം, ആ വഴികൾ സുരക്ഷയെ മുൻനിർത്തിയുള്ളതായിരിക്കണം, വിദ്യാർത്ഥികളുടെ പ്രവേശന നിരക്ക് സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതലായിരിക്കണം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി കുറഞ്ഞത് ഒരു ടോയ്ലറ്റെങ്കിലും ആ സ്കൂളിൽ ഉണ്ടാകണം, കുടിവെള്ള സൗകര്യം ഉറപ്പായും ഉണ്ടാകണം, കൈ കഴുകുന്നതിനുള്ള പ്രത്യേക സൗകര്യം ആ സ്കൂളിൽ ഏർപ്പെടുത്തിയിരിക്കണം, എല്ലാ അധ്യാപകർക്കും ഫോട്ടോ പതിച്ച ID കാർഡ് ഉണ്ടാകണം, വൈദ്യുതി കണക്ഷൻ, ലൈബ്രറി, കായിക ഉപകരണങ്ങൾ എന്നീ നിബന്ധനകളും പാലിക്കാൻ കഴിയുന്ന സ്കൂളുകൾക്കാണ് PM-ശ്രീയിൽ അംഗത്വം ലഭിക്കുക. വലിയ എതിർപ്പാണ് കേരളത്തിൽ പദ്ധതിക്കെതിരെ തുടക്കം മുതൽ ഉയർന്നത്. കേരളം ഇതുവരെ ഈ പദ്ധതിയിൽ ഔദ്യോഗികമായി ചേർന്നിട്ടുമില്ല. പശ്ചിമ ബംഗാളും തമിഴ്നാടുമാണ് PM-ശ്രീയോട് മുഖം തിരിച്ച മറ്റു 2 സംസ്ഥാനങ്ങൾ. എന്ത് നഷ്ടം സാമ്പത്തികമായി വന്നാലും PM-ശ്രീയുടെ ഭാഗമാകാനില്ലെന്നാണ് ഈ സംസ്ഥാനങ്ങളുടെ ഉറച്ച നിലപാട്. ആദ്യമൊക്കെ കേരളവും അതേ നിലപാടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. PM-ശ്രീയിൽ ചേർന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരുമെന്നതായിരുന്നു കേരളമടക്കം പ്രതിപക്ഷത്തെ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എതിർപ്പിൻ്റെ പ്രധാന കാരണം. കുട്ടികളിൽ അവ്യക്തവും അശാസ്ത്രീയവുമായ ചിന്ത വളർത്താൻ ശ്രമിക്കുന്ന പ്രത്യയശാസ്ത്രപരമായ നീക്കമെന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ CPM ആദ്യം മുതൽ വിശേഷിപ്പിക്കുന്നത്. CPI അങ്ങനെ തന്നെ. പാഠ്യപദ്ധതിയിലേക്ക് RSS പ്രത്യയശാസ്ത്രം കടത്തിവിട്ട് കാവ്യവൽക്കരണത്തിലുള്ള നീക്കമാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്നും PM-ശ്രീയെ എതിർക്കുന്നവർ പറയുന്നു. സ്വകാര്യവൽക്കരണം വേഗത്തിലാക്കുന്നതാണ് കേന്ദ്ര നയം. അതുകൊണ്ട് തന്നെ ഇത് പൊതുവിദ്യാഭ്യാസത്തെ ദുർബലപ്പെടുത്തുമെന്നും ആശങ്കയുണ്ട്. സംഘപരിവാർ ആശയങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കാനുള്ള ശ്രമമെന്നും വിമർശിക്കുന്നവർ പറയുന്നു. വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമപ്രകാരം 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാനുള്ള സംസ്ഥാനങ്ങളുടെ പ്രതിബദ്ധത ദേശീയ വിദ്യാഭ്യാസ നയം ഇല്ലാതാക്കുമെന്ന ആശങ്കയും കേരളത്തിൻ്റെ എതിർപ്പിന് കാരണമായി. കുടിയേറ്റ തൊഴിലാളികൾ കുട്ടികൾക്കും മറ്റു പല കാരണങ്ങൾ കൊണ്ട് സ്കൂൾ ഉപേക്ഷിക്കുന്ന കുട്ടികൾക്കും മുഖ്യധാരാ വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നതിന് ബദൽ നൂതന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ട്. ഈ കേന്ദ്രങ്ങൾ മുഖ്യധാരാ സ്കൂളുകളിൽ കുട്ടികളെ നിലനിർത്താനുള്ള സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വത്തെ ബാധിക്കുമെന്നും വിമർശകർ പറയുന്നു. എന്നാൽ 5 വർഷത്തെ എതിർപ്പിന് ശേഷം കേരളം പതിയെ PM-ശ്രീയോട് അടുക്കുകയാണ്. PM-ശ്രീ ഒപ്പിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുകയാണ്. 2 കാരണങ്ങളാണ് എതിർപ്പൊക്കെ മാറ്റിവെച്ച് ഈ പദ്ധതിയിൽ ചേരാനുള്ള ന്യായീകരണമായി വിദ്യാഭ്യാസ വകുപ്പും CPM-ഉം ഇപ്പോൾ പറയുന്നത്. സമഗ്ര ശിക്ഷാ അഭിയാൻ SSA പ്രകാരം കേരളത്തിന് അർഹമായ ഫണ്ട് ഉറപ്പാക്കാൻ മാത്രമാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഈ ദിവസങ്ങളിലൊക്കെ അവകാശപ്പെടുന്നുണ്ട്. കൃഷി, ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾ നിലവിൽ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര പദ്ധതികളുടെ വലിയ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിനും അത് ലഭ്യമാക്കാൻ ശ്രമിക്കുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നടപ്പാക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ സമഗ്ര ശിക്ഷാ അഭിയാൻ PM-ശ്രീയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. SSA ഫണ്ടുകൾ ലഭിക്കണമെങ്കിൽ PM-ശ്രീയിൽ ചേരണമെന്നത് വ്യവസ്ഥയാക്കിയിട്ടുമുണ്ട്. PM-ശ്രീയിൽ ചേരാത്തതിനാൽ കേരളത്തിൽ നൽകേണ്ട SSA ഫണ്ടുകൾ 2023-24 സാമ്പത്തിക വർഷത്തിൻ്റെ പകുതി മുതൽ കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുകയാണ്. ആകെ 1143 കോടി രൂപയുടെ സഹായമാണ് ഇത്തരത്തിൽ കേരളത്തിന് കിട്ടാനുള്ളത്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരുടെ ശമ്പള വിതരണത്തെ ഇത് ബാധിക്കുന്നുമുണ്ട്. പദ്ധതിയിൽ ചേർന്നില്ലെങ്കിൽ പ്രതിസന്ധി ഇനിയും രൂക്ഷമാകും. കേന്ദ്ര സർക്കാർ ആനുകൂല്യ വിതരണത്തിൽ ഉപരോധം കടുപ്പിച്ചതോടെയാണ് കേരളം ഈ പദ്ധതിയിൽ ഒപ്പിടാൻ ഒരുങ്ങുന്നതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും CPM-ൻ്റെയും പുതിയ നിലപാട്. പദ്ധതിയിൽ ചേരുകയും എന്നാൽ സംസ്ഥാന താൽപ്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ
നടപ്പാക്കാതിരിക്കുകയും ചെയ്യാനുള്ള ജാഗ്രത സംസ്ഥാനം കാട്ടുമെന്നും ഇപ്പോൾ CPM അവകാശപ്പെടുന്നു. എന്നാൽ അതിന് കഴിയില്ലെന്നാണ് ഇതിനെ ഇപ്പോഴും തുറന്നെതിർക്കുന്ന CPI പറയുന്നത്. PMCയിൽ ചേർന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ വ്യവസ്ഥകൾ അതേപടി അംഗീകരിക്കേണ്ടി വരും. ഫണ്ട് വാങ്ങിയാൽ കേന്ദ്ര നയം അതേപടി നടപ്പാക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ മുഴുവൻ നിബന്ധനകളും പാലിക്കണമെന്നതാണ് പ്രധാന വ്യവസ്ഥ. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ മുന്നിൽ PMC എന്ന് ചേർക്കേണ്ടിയും വരും.